ഭരണാധികാരികൾ എല്ലാ കാലത്തും അവരെക്കെതിരെ നിൽക്കുന്നവരെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലടയ്ക്കുക എന്നുള്ളത് മനുഷ്യവംശം ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ്. അത് കൂടുതലും ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളിൽ ഇത് വ്യാപകമായിട്ട് നടപ്പിലാക്കും. ഇവിടെ മോദി ഗവൺമെൻറ് വന്നേ പിന്നെ മോദി ഗവൺമെൻറ്റിനെ വിമർശിച്ചാൽ അവരെല്ലാവരും രാജ്യദ്രോഹികളാണ്. അവർക്കെതിരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പോയി കേസ് കൊടുക്കും. അപ്പോൾ അവർ ആ കേസിൻ്റെ പുറകെ കിടന്ന് ഓടണം. ഈ ഐഡിയയാണ് പിണറായി ഏറ്റെടുത്തത്. പിണറായി ഭരണത്തിൽ വന്നതിൽ പിന്നെ പിണറായിക്കെതിരെ ശബ്ദിക്കുന്ന, പിണറായിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നവരെക്കെതിരെ കേസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുക്കും. അതിന് കേസ് കൊടുക്കാനായിട്ട് തൽപര കക്ഷികളും ഉണ്ട്. അങ്ങനെ കള്ളക്കേസ് എടുത്ത് മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ഒരാളാണ് മറുനാടൻ ഷാജൻ. ഈ ഷാജൻ എന്നിട്ട് ഇപ്പോൾ മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു പുതിയ നിയമം, മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ 1 മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ അവരുടെ മന്ത്രിസ്ഥാനം ഓട്ടോമാറ്റിക്കലി പോകും. ഇതിനെ ഈ മാസങ്ങളോളം ഒരു കള്ളക്കേസിൽ എടുത്തതിൻ്റെ പേരിൽ ഒളിവിൽ കഴിഞ്ഞ മറുനാടൻ സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട്? മറുനാടൻ്റെ ഈ മറുകണ്ഠം ചാട്ടം, ഇതിൻ്റെ ഛേദോ വികാരം എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്യാപ്റ്റൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. മറുനാടൻ ഷാജനെതിരെ ശ്രീനിജൻ എന്ന് പറഞ്ഞൊരു MLA ഉണ്ട്. നമ്മുടെ അഴിമതിയിൽ കുളിച്ച റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജഡ്ജിയുടെ മകനാണ്, ബാലകൃഷ്ണൻ്റെ. അപ്പം ഇവനെപ്പറ്റി എന്തോ പ്രസംഗിച്ച് ഇവനെ ജാതി അധിക്ഷേപം ചെയ്തെന്നും പറഞ്ഞൊരു കള്ളക്കേസ് കൊടുത്തു. അത് PV അൻവറിൻ്റെ കെയർ ഓഫിൽ. PV അൻവർ ഷാജനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തു. അതായത് PV അൻവറിൻ്റെയും കള്ളത്തരങ്ങളും അഴിമതിയും പുറത്തു കൊണ്ടുവന്നതിൻ്റെ പ്രതികാരം. എന്നിട്ട് ഈ ഷാജന് മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം ഒളിവിൽ പോയി. എന്നിട്ട് മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്നാണ് അതിന് ജാമ്യം കിട്ടി. അപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞ് ഷാജൻ്റെ പ്രസംഗത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയോ ഈ ശ്രീനിജനെ അധിക്ഷേപിക്കുന്ന യാതൊന്നുമില്ല. ഈ യാതൊന്നുമില്ലാത്ത ഈ കാര്യം ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിക്കും ഹൈക്കോടതിക്കും മനസ്സിലായില്ലേ? അവർ നോക്കിയപ്പോൾ പിണറായിയുടെ താല്പര്യമുള്ളൊരു കേസാണ്. അതുകൊണ്ട് പിണറായിക്കെതിരെ അവർ തീരുമാനമെടുത്തില്ല, അല്ലെങ്കിൽ ഷാജന് നീതിപൂർവമായ ഒരു തീരുമാനം എടുത്തു കൊടുത്തില്ല പിണറായിയെ പ്രീതിപ്പെടുത്താൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളത്. ഈ ജുഡീഷ്യറി, പോലീസ്, ഭരണാധികാരി, വക്കീലന്മാർ, ഇവരുടെ കൂട്ടുകൃഷി. അപ്പോൾ സുപ്രീം കോടതി പിണറായിക്ക് അത്രയും താല്പര്യം അവിടെ കാണിക്കാത്തതുകൊണ്ടാണ് ഷാജന് ജാമ്യം കിട്ടിയത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 75 വർഷത്തിൽ മോദി ഗവൺമെൻറ് ഒരു 10 വർഷം ഒഴിച്ചാൽ മുമ്പിരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും, കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത പാർട്ടിയുടെ ഭരണമാണെങ്കിൽ അവരെ പിരിച്ചു വിടുക എന്നും പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രസിഡൻഷ്യൽ റൂൾസ് ഇമ്പോസ് ചെയ്യുക എന്നാണ് അതിന് പറഞ്ഞിരുന്നത്, ആർട്ടിക്കിൾ 256. മോദി വന്ന പിന്നെ അങ്ങനെ ചെയ്തില്ല. മോദി അതിൻ്റെ പകരം എടുത്ത ഐഡിയ ആണ് മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ജയിലിൽ പിടിച്ചിടും. മുഖ്യമന്ത്രി രാജിവെക്കണം. അങ്ങനെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോരൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ടപ്പോൾ രാജിവെച്ചു. കേജ്രിവാളിനെ അങ്ങനെ രാജിവെപ്പിക്കാൻ നോക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ കേജ്രിവാൾ പറഞ്ഞു നടക്കത്തില്ല. കേജ്രിവാളിൻ്റെ കീഴിലുള്ള 18 MLA-മാരോ അല്ലെങ്കിൽ മന്ത്രിമാരെയാണ് മോദി ഗവൺമെൻറ് പല കാലഘട്ടങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തത്. എന്തിനാ? മോദിക്ക് ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ് ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തോ, വിമർശിച്ചോ? മോദിയെ ആരും വിമർശിച്ചില്ല. കാരണം അവർക്കും എതിരുള്ള പാർട്ടിയാണ്. ഈ ഇന്ത്യക്കാരുടെ ഈ മനോഭാവം ഉണ്ടല്ലോ, അതായത് ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രം. അതായത് എനിക്കെതിരുള്ള പാർട്ടി അല്ലെ വേറൊരു പാർട്ടി കാരണം എനിക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല, ആ പാർട്ടിയുടെ നാശം ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ബ്രിട്ടീഷുകാർ, അങ്ങനെയാണ് ഇന്ത്യ വന്നത്, ഡിവൈഡ് ആൻഡ് റൂൾ. ഇന്ത്യയിലെ പല നാട്ടുരാജാക്കന്മാരും അല്ലാത്തവരൊക്കെ ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇവിടെയുള്ള ചില രാജാക്കന്മാരെ ഒതുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരത്തിലൊരു മോദി
ഏകാധിപത്യത്തോടു കൂടി ഭരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇവർക്കെതിരെയുള്ള കക്ഷികളെ പിടിച്ചിടുകയാണ് ഇടട്ടെ. അങ്ങനെയാണ് കേജ്രിവാളിന്റെ ഈ മന്ത്രിമാരെയൊക്കെ പിടിച്ചിട്ട്. ഇത് സത്യേന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി, PWD മന്ത്രിയായിരുന്നു. 18 മാസമാണ് ജയിലിൽ കിടന്നത്. 18 മാസം ഇല്ലീഗൽ ഗ്രാഫ്റ്റ്. എന്നിട്ട് ഈ കഴിഞ്ഞ മാസം അയാളെ വെറുതെ വിടുന്നു കോടതി. തെളിവില്ല. ഇല്ലീഗൽ ഗ്രാഫ്റ്റ് മേടിച്ചെന്നുള്ളതിന് തെളിവില്ല. അപ്പൊ 18 മാസം ജയിലിൽ കിടന്നതിന് ആരും മറുപടി പറയും? ഇതാണ് നമ്മുടെ ഈ രാജ്യത്തെ വ്യവസ്ഥ. നിരപരാധികളെ പിടിച്ച് എത്ര കാലം വേണമെങ്കിലും ജയിലിലിടാം. ഇതുവരെ ഈ 18 മാസമായിട്ടും കോടതിക്ക് മനസ്സിലായില്ല പ്രൈമാ ഫേസി തെളിവില്ല എന്നുള്ളത്. അന്നേരം അവർ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറഞ്ഞ് പ്രൈമാ ഫേസി തെളിവുണ്ട്. ഇപ്പൊ CBI പറയുന്നു തെളിവൊന്നുമില്ല. അപ്പൊ മന്ത്രിമാരെ രാജിവെപ്പിക്കണമെങ്കിൽ, മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കണമെങ്കിൽ ഒരു കള്ളക്കേസ് എടുത്താൽ മതി എന്നുള്ളതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. തെളിവൊന്നുമില്ലാതെ ഒന്നേ അഴിമതി, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചു, ഇങ്ങനെയുള്ള എന്തേലും ഒരു പരാതി ആരെ കൊണ്ടെങ്കിലും കൊടുപ്പിക്കുക, എന്നിട്ട് അവര് അറസ്റ്റ് ചെയ്യുക, ജയിലിലിടുക. ജാമ്യം കോടതികൾ കൊടുക്കത്തില്ല. ഭരിക്കുന്ന കക്ഷിയെ അപ്രീതിപ്പെടുത്താൻ ജഡ്ജിമാർക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അവർ രാജിവെക്കണം. അപ്പൊ മോദി കണ്ടുപിടിച്ച വഴിയാണ് ആർട്ടിക്കിൾ 250 ഇമ്പോസ് ചെയ്യുന്നതിന് പകരം മന്ത്രിമാരെ ജയിലിലിടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ജയിലിലിടുക. എന്നിട്ട് ഈ ഷാജസ്കറിയ എന്ന് പറയുന്നയാള് അത് കള്ളക്കേസിനാൽ ഓടി നടക്കപ്പെട്ടയാളാണ്. എന്നിട്ട് ആണ് ഈ നിയമത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. എന്തോ പറയുന്നത്? അഴിമതി ചെയ്യുന്നവര് രാജിവെക്കണം. അഴിമതി ചെയ്തതുകൊണ്ടല്ലേ അവർ ജയിലിൽ കിടക്കുന്നത്. ഈ സത്യേന്ദ്ര ജെയിനെ അഴിമതി ചെയ്തില്ല എന്ന് 18 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു? അപ്പൊ ഷാജസ്കറിയുടെ താല്പര്യം BJPയോ എങ്ങനെയും പ്രീതിപ്പെടുത്തുക. അതായത് ഇയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് അവർ പല അലഗേഷൻസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളില് കോൺഗ്രസ് അനുഭാവം ഉണ്ട്. അപ്പൊ BJPക്കാരനാണെന്ന് വരുത്തി തീർത്താൽ അടുത്ത ഇലക്ഷനോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള ഇലക്ഷനോ കേരളത്തിൽ ഒരു സീറ്റ് അയാൾക്ക് MLA ആയിട്ട് മത്സരിക്കാൻ കിട്ടും, പത്തനംതിട്ടയിലോ സമീപപ്രദേശത്തോ. അതിനു വേണ്ടിയുള്ള ജിമ്മിക്കാണ് ഇതേപോലുള്ള തേർഡ് റേറ്റ്. ഇതേപോലുള്ളൊരു ചെറ്റ ഞാൻ കണ്ടത് വേറെ നമ്മുടെ CPMന്റെ ഒരു MP ഉണ്ടല്ലോ, A.A. റഹീം, അതിന് ചേരുന്ന പാർട്ടിയാണ്. അല്ല ഇങ്ങനെ മറുകണ്ഠം ചാടാൻ പറ്റും ഒരാൾക്ക്? അത് സ്വയം അനുഭവിച്ചതാണ് ഈ കള്ളക്കേസ് എന്താണെന്നും അതിൻ്റെ തിക്തഫലവും. എന്നിട്ടാണ് ഇത് കള്ളക്കേസ് എടുത്ത് ജയിലിലിട്ടാൽ അത് അഴിമതിയാണ്, അവർ രാജിവെക്കുന്നത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞാൻ ക്യാപ്റ്റൻ ജോയ്.